സ്വപ്നക്കൂട്. വൈശാഖൻ എഴുന്നേറ്റ് വന്നതും ലക്ഷ്മി അവനെ കെട്ടിപ്പുണർന്നു. മിടുക്കൻ. എനിക്ക് സന്തോഷമായി വൈശാഖേട്ട. അവന്റെ നെഞ്ചിൽ കൂടി അവളുടെ കണ്ണീർ ഒലിച്ചിറങ്ങി. നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതും നിന്നെ കാത്തു നിന്നതും. അപ്പോൾ നിനക്ക് തലവേദന. പിന്നെ ഞാനെന്ത് ചെയ്യണം? ഇന്നാണെങ്കിൽ കുറേ വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ മടുത്തുപോയി. പിന്നെ ഭയങ്കര തലവേദനയും. അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത്? ഒന്നുമില്ലേട്ടാ, ഒരു കുഴപ്പമില്ല. അവന് മുഖം കൊടുക്കാതെ ലക്ഷ്മി പറഞ്ഞു. ശരി, എന്നാ നീ പോയി ചായ കുടിക്ക്. ലക്ഷ്മി ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് അത് ഭദ്രമായി അലമാരയിൽ കൊണ്ടുപോയി വെച്ചു. ഡ്രസ് മാറിയിട്ട് അവൾ മുറിക്ക് പുറത്തേക്ക് പോയി. പാവം ലക്ഷ്മി, താൻ എന്തൊരു ദുഷ്ടനാണ്. ഒരു നിമിഷം കൊണ്ട് താൻ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി. കൂടെ ഒരു പയ്യനെ കണ്ടത് താൻ ഇത്രയ്ക്ക് ചീപ്പായോ? അവൻ ഓർത്തു. വൈശാഖൻ അടുക്കളയിൽ ചെന്നപ്പോ ലക്ഷ്മി ചായ ഇടുകയാണ്. സിനിമയിലൊക്കെ കാണും പോലെ പിന്നിലൂടെ ചെന്ന് അവളെ വാരി പുണരണമെന്ന് ആഗ്രഹമൊക്കെയുണ്ട്. ഏട്ടാ, ചിലവെപ്പോഴാ? ഉണ്ണിമോളാണ്. ഒക്കെ ചെയ്യാടി, നീ ഒന്ന് സമാധാനപ്പെട്. ഉണ്ണിമോളെ, നീ അവിടെ എന്തെടുക്കുവാ? മുറ്റം അടിച്ചു വാരാൻ നോക്ക്. സന്ധ്യവിളക്ക് കത്തിക്കാറായി. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. ആ ചൂലെടുത്ത് ഞാൻ തല്ലി ഓടിക്കും താമസിയാതെ. അവൾ മുറ്റത്തേക്കിറങ്ങി. ലക്ഷ്മി എല്ലാവർക്കും ചായ എടുത്ത് മേശമേൽ നിരത്തി വെച്ചു. വൈശാഖനുള്ളത് അവൾ കൊണ്ടുപോയി അവന്റെ കയ്യിൽ കൊടുത്തു. എടുത്തിടെ ഫോൺ റിങ് ചെയ്ത്. വീണി അത് പറഞ്ഞപ്പോ അവൾ വേഗം റൂമിലേക്ക് പോയി. ഹലോ ദീപേച്ചി. അവൾ ഫോണുമായി ജനാലയുടെ അരികത്തേക്ക് ചെന്നു. ഫോൺ വെച്ചിട്ട് വേഗം അവൾ ഒരു തോർത്തു എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് കയറി. കുളി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മാറ്റി കൊടുക്കാൻ ഡ്രസ്സ് എടുത്തില്ലല്ലോ എന്ന്. ചേ, ഞാനത് മറന്നു. അവൾ പതിയെ വാഷ്റൂമിന്റെ വാതിൽ തുറന്നു. വൈശാഖൻ റൂമിലുണ്ടോന്നാണ് അവൾ നോക്കിയത്. ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതും അവൾ ടവലെടുത്തുകൊണ്ട് വെളിയിലേക്ക് വന്നു. അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്തതും അവളുടെ അടിവയറ്റിൽ ഒരു കരസ്പർശം. അയ്യേ, വൈശാഖിട്ട വിട്. അവൾ നിന്ന് കുതറി. നീ ബഹളം വയ്ക്കാതെ. അത് പറയുമ്പോ അവന്റെ അതിരങ്ങൾ അവളുടെ അതിരത്തിൽ പതിഞ്ഞു. അവളുടെ മുടിയിഴകളിൽ നിന്നും ഉതിർന്നു വന്ന വെള്ളത്തുള്ളികൾ അവന്റെ ചുംബനം ഒപ്പിയെടുത്തു. ലക്ഷ്മി അടിമുടി കോരി തിരിച്ചുപോയി. പ്ലീസ് വൈശാഖേട്ട, അവരാരെങ്കിലും കാണും. ഒരു പ്രാവ് കുറുകും പോലെ അവൾ പിറുപിറുത്തു. അതെ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. എനിക്ക് ജോലിയായി. ഇനി നീ നിന്റെ വാക്ക് പാലിക്കണം. മനസ്സിലായോ? അവന്റെ കണ്ണുകളെ നേരിടാനാവാതെ അവളുടെ മുഖം നാടത്താൽ കുനിഞ്ഞു. അവനിലേക്ക് മുഖം പൂഴ്ത്തി അവൾ ചിരിച്ചു. വൈശാഖ, അച്ഛൻ വിളിച്ചപ്പോഴാണ് രണ്ടാളും അകന്നു മാറിയത്. മോനെ, കവലുവരെ ഒന്ന് പോയാലോ? അതിനെന്താച്ചാ, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ വരാം. മോനെ, അച്ഛന് അച്ഛനെന്ന് ഒരുപാട് സന്തോഷമായി. നിനക്കൊരു ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോ എന്തെന്നില്ലാത്ത സന്തോഷം. മകനുമായി പോകവേ അയാൾ പറഞ്ഞു. കവലയിലെ ബേക്കറിയിലേക്കാണ് അയാൾ ആദ്യം പോയത്. എന്താ ശേഖരേട്ടാ, പതിവില്ലാതെ ഇത്രയും ലഡുവും ജിലേബി? ബേക്കറിയുടെ ഉടമസ്ഥനായ നൌഷാദ് ചോദിച്ചു. ഒരു വിശേഷം ഉണ്ടായി നൌഷാദെ. എന്റെ മകന് പോലീസിൽ സെലക്ഷൻ കിട്ടി. അത് പറയുമ്പോ അയാളുടെ അഭിമാനം ചെറുതൊന്നും അല്ലായിരുന്നു. ഹായ്, ഇത് കൊള്ളാലോ. സന്തോഷായിട്ടോ. ഇനിയെങ്കിലും ശേഖരേട്ടൻ ഒന്ന് വിശ്രമിക്കാലോ. ഓ, അതിലൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ അങ്ങനെ ജോലി ചെയ്ത് കഴിയും. ശേഖരൻ ഒരു ലഡു എടുത്ത് നൌഷാദിന് കൊടുത്തു. ആദ്യം നൌഷാദ് കഴിക്കും. അച്ഛാ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വലിയ പൊതികളുമായി വരുന്ന അച്ഛനോട് അവൻ ചോദിച്ചു. ആവശ്യമുണ്ടോന്നോ? എന്ത് ചോദ്യമാണ് മോനെ. ഇത് കുറഞ്ഞു പോയോന്നാണ് എന്റെ പേടി. അടുത്തതായി ശേഖരൻ തന്റെ കുറച്ച് സുഹൃത്തുക്കളുടെയൊക്കെ കടകളിൽ കയറി. ഞാൻ കാണുമ്പോ മുതൽ തന്റെ കയ്യിൽ ഈ തൂമ്പയുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചുനാൾ വിശ്രമിക്കുക കേട്ടോ. പലചരക്കടക്കാരൻ തോമാച്ചേട്ടൻ ഒരു ലഡു എടുത്തുകൊണ്ട് അയാളോട് പറഞ്ഞു. എല്ലാവരോടും അയാൾ അഭിമാനത്തോടെ തന്റെ മകന് ജോലി കിട്ടിയ കാര്യം പറഞ്ഞു. ആ നാട്ടിൻപുറത്ത് എല്ലാവർക്കും സന്തോഷമായിരുന്നു. തങ്ങളുടെ ഗ്രാമത്തിലും അങ്ങനെ ഒരു പോലീസുകാരൻ പിറവിയെടുത്തു. തന്നെയുമല്ല, ശേഖരനെയും കുടുംബത്തെയും എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. ചിക്കനും മീനും ഒക്കെ മേടിച്ചാണ് അയാൾ മകനുമായി വന്നത്. അന്ന് മേലെടുത്ത വീട്ടിലാകെ ഒരു ഉത്സവത്തിന്റെ പ്രതീതി.
വിജയാണെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു. അവൾക്കാണെങ്കിൽ ഇരുന്നിട്ടിരിക്കപ്പുറത്തിയില്ല. മാമൻ പോലീസാകാൻ പോകുന്നുവെന്ന് അവൾ കുഞ്ഞുമാവിയോട് കൊഞ്ചി പറയുന്നത് സുമിത്ര ഫോണിലൂടെ കേട്ടു. ശേഖരൻ വൈശാഖനുമായിട്ട് കവലയിൽ പോയിട്ട് അപ്പോഴേക്കും തിരിച്ചു വന്നു. വീണേ, ഇതൊന്ന് അകത്തേക്ക് വെച്ചേ മോളെ. എന്താച്ചാ? കുറച്ച് ലഡുവും ജിലേബിയും. ഇതെല്ലാം നിങ്ങൾ ആ കുട്ടൂസിനും കണ്ണനും കല്യാണിക്കും ഒക്കെ കൊടുക്ക്. അടുത്ത വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളാണ് അവരൊക്കെ. എല്ലാവർക്കും മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുവാൻ ഉണ്ണിമോളും വീണയും കൂടിയാണ് പോയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ മുറ്റത്തൊരു കാർ വന്നു നിന്നു. അശോകനും ശ്യാമളയുമായിരുന്നു. അവരൊരു കേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു വെച്ചാ? വൈശാഖൻ അശോകനോട് ചോദിച്ചു. ഇതൊക്കെ അല്ലേ മോനെ ഒരു സന്തോഷം? അങ്ങനെ വൈശാഖൻ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. ചിക്കനും മീനും ഒക്കെ കൂട്ടി ഊണൊക്കെ കഴിഞ്ഞാണ് അശോകനും ഭാര്യയും കൂടി പോയത്. എല്ലാരും അതീവ സന്തോഷത്തിലാണെന്ന് വൈശാഖൻ ഓർത്തു. തന്റെ അച്ഛനിനി അഭിമാനത്തോടെ നടക്കാം. തന്റെ സഹോദരിമാരെ അന്തസ്സായിട്ട് തനിക്ക് കെട്ടിച്ചയക്കാം. പല പല ചിന്തകളാണ് അവന്റെ മനസ്സ് നിറയെ. വൈശാഖൻ ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ലക്ഷ്മിയും അമ്മയും കൂടി പ്ലേറ്റുകളെല്ലാം കഴുകി വെക്കുകയാണ്. അവൻ തിരിച്ച് തന്റെ മുറിയിലേക്ക് പോയി. കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് അവൾ വന്നത്. കഴിഞ്ഞു മാഡത്തിന്റെ ജോലി? നാളെ ഒരു എക്സാം ഉണ്ട്. ഞാനാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല. അവൾ പോയി ഏതൊക്കെയോ നോട്ട്സ് എടുത്തു. അപ്പോ നീ പഠിക്കാൻ പോവാണോ? അതേട്ടാ, കുറേയുണ്ട്. ശരി, എന്നാ നീ പഠിച്ചോളൂ. അവൻ കണ്ണുകൾ അടച്ചു കിടന്നു. വൈശാഖേട്ടാ, ലക്ഷ്മി അവന്റെ അടുത്ത് വന്നിരുന്നു. പെട്ടെന്ന് വൈശാഖൻ കണ്ണു തുറന്നു. എന്താ ലക്ഷ്മി? എന്തായാലും ഏട്ടനൊരു ജോബ് കിട്ടിയല്ലോ, കൺഗ്രാറ്റ്സ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്റെ ഹസ്ബൻഡ് കേരള പോലീസിലാണെന്ന് എനിക്ക് പറയാമല്ലോ. താങ്ക് ഗോഡ്. ഇത്രയും നേരം ഉണ്ടായിട്ടും ഇപ്പോഴാണോ നീ ഇത് പറയുന്നത്? പിന്നെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതൊക്കെ പറയാൻ ഒരു സാഹചര്യം വേണ്ടേ? അതിനൊരു കൺഗ്രാറ്റ്സ് പറയാൻ ഇത്രയും ടൈം വേണോ? അതിനു വേണ്ട, പക്ഷെ ഇതിനു വേണം. അവൾ അവന്റെ കവളിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇത് മാത്രമുള്ളോ? യെസ് ബേബി, ഗുഡ് നൈറ്റ്. നാളെ എക്സാം ഉണ്ട്, ഞാൻ പഠിക്കട്ടെ. എന്തായാലും പാവം വൈശാഖന് ഒരു ജോലി സ്വന്തമായിട്ട് കിട്ടിയല്ലോ. അശോകനും ശ്യാമളയും അവരുടെ വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ. സത്യമാണ് അശോകേട്ട, വൈശാഖനേക്കാൾ സന്തോഷം അവന്റെ അച്ഛനും അമ്മയ്ക്കാണ് കേട്ടോ. അതെ, അത് നീ പറഞ്ഞത് കറക്റ്റാണ്. ഇത്രയും സ്നേഹവും കരുതലും മക്കളും ഉള്ള ഒരു വീട്ടിലേക്കല്ലടി നമ്മുടെ മോളും ചെന്ന് കയറിയത്. അതാണ് അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. മോൾക്ക് സന്തോഷമായി അല്ലേ ഇന്ന്? ഒരുപാട്. നേരെ ഒരുപാടായി, നമുക്ക് കിടക്കാം, ശ്യാമള പറഞ്ഞു. ദൈവമോൾക്ക് രാജീവം വരാഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഒപ്പം ലക്ഷ്മി മോളുടെ വീട്ടിലേക്ക് വരാൻ സാധിക്കാഞ്ഞത്. അതുകൊണ്ട് അവൾക്ക് ആകെ വിഷമായിരുന്നു. നീ അവളെ വിളിച്ചോ? ഞാൻ വിളിച്ചപ്പോ അവൾ കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കുമല്ല. നമുക്ക് അവിടെ അടുത്തൊന്ന് പോണം, ഈ ആഴ്ച തന്നെ, അയാൾ തീരുമാനിച്ചു. ഏട്ടാ, വൈശാഖേട്ടാ, എഴുന്നേക്കുന്നില്ലേ? കാലത്തെ വീണുവന്ന് വാതിലിൽ തട്ടി വിളിച്ചപ്പോഴാണ് വൈശാഖൻ കണ്ണു തുറന്നത്. അവൻ നോക്കിയപ്പോ ലക്ഷ്മി നല്ല ഉറക്കത്തിലാണ്. ലക്ഷ്മി, എടി, നേരം വെളുത്തു പെണ്ണേ. അവനവളെ കൊട്ടി വിളിച്ചു. പെട്ടെന്ന് അവൾ പിടഞ്ഞെഴുന്നേറ്റു. ഇന്നലത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോ അവൾ ഉറങ്ങിയത് ഒരുപാട് ലേറ്റായിട്ടായിരുന്നു. ഏട്ടാ, സമയം പോയില്ലേ? ഇന്ന് കാലത്തെ കോളേജിൽ പോകേണ്ടതായിരുന്നു. നീ വേഗം റെഡി ആയിക്കോ, ഞാൻ കാറി കൊണ്ടുപോയി വിടാം. ലക്ഷ്മി പെട്ടെന്ന് തന്നെ പോകാൻ റെഡിയായി ഇറങ്ങി വന്നു. അവൾ വന്നപ്പോ ഉണ്ണിമോളും വൈശാഖനും ഇരുന്ന് ദോശ കഴിക്കുന്നു. നീ ഇത്രയും വേഗം റെഡിയായോ? 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അവൻ കൈ കഴുകിയിട്ട് ഡ്രസ്സ് മാറാനായി പോയി. മോളെ, നീ കാപ്പി കുടിക്ക്. ഒരു പാത്രത്തിൽ ദോശയും ചട്നിയുമായിട്ട് സുമിത്ര ഊണുമുറിയിലേക്ക് വന്നു. അയ്യോ, ഇന്നൊന്നും വേണ്ടമ്മേ, എനിക്ക് സമയം പോയി. അവൾ ധൃതി വെച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? എഴുതി കഴിച്ചിട്ട് പോ. വേണ്ട ഉണ്ണിമോളെ, ഇന്ന് കാലത്തെ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഏട്ടൻ കൊണ്ടൊന്ന് വിടുമല്ലോ, പിന്നെന്താ? അപ്പോഴേക്കും അവൾക്കുള്ള ചോറും കറികളുമായി സുമിത്രയും വന്നു. വൈശാഖൻ ഇറങ്ങി വന്നപ്പോ ഉണ്ണിമോളുടെ പ്ലേറ്റിൽ നിന്നും ദോശയെടുത്ത് ലക്ഷ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വരുത്തി തീർക്കുകയാണ്. ഓ, ദോശ കഴിച്ചിട്ട് വയറിന് ഒരു സുഖമില്ല. അവൾ വയറിൽ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു. എന്തുപറ്റി, ഹോസ്പിറ്റലിൽ പോണോ? വൈശാഖൻ ഡ്രൈവ് ചെയ്യുന്നിടെ അവളോട് ചോദിച്ചു. വേണ്ട വേണ്ട, മാറിക്കോളും, പെട്ടെന്നൊന്ന് പോയാ മതി.
2 ദിവസമായിട്ട് നിനക്കെന്തോ ഒരു വല്ലാഴിക പോലെ? അറിയില്ല. തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ. ഇന്നലെ കിടന്നപ്പോ ഒരുപാട് താമസിച്ചും പോയി. കോളേജിൽ അവളെ കൊണ്ടുപോയി വിട്ടിട്ട് വൈശാഖൻ തിരിച്ചു വീട്ടിലേക്ക് പോന്നു. ലക്ഷ്മിക്കിപ്പോ എങ്ങനെയുണ്ടോ ആവോ? അവൾക്ക് ഇന്ന് ആകെ ഒരു ക്ഷീണമായിരുന്നു. ആ, ഏറിയാലൊരു 6 മാസം. അതിനുള്ളിൽ കോളേജ് പഠനം പൂർത്തിയാക്കും. അവനോർത്തു. ഉച്ച സമയത്ത് അവൻ ലക്ഷ്മിയെ വിളിച്ചു. അവൾക്കപ്പോ തലവേദന കുറവുണ്ടെന്ന് പറഞ്ഞു. അമ്മമ്മയുടെ പൊന്നെ, എന്നടുക്കുവാണോ? സുമിത്രയാണെങ്കിൽ വിജിയുടെ മോനോട് വൈശാഖിന്റെ ഫോണിൽ കൂടി വീഡിയോ കോൾ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. കുഞ്ഞാണെങ്കിൽ കാലും കൈയും എടുത്തിട്ട് കളിക്കുകയാണ്. എന്റെ വിജി, നീ ആ കുഞ്ഞിനെയും കൊണ്ടൊന്ന് വാടി, കാണാൻ കൊതിയാവുന്നു. അമ്മേ, ഗോപിയേട്ടന്റെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാ ഞാൻ വരാത്തെ. എന്നാലും ഇടയ്ക്കൊന്നു വാടി, പിറ്റേ ദിവസം തന്നെ നമുക്ക് പോകാം. നോക്കട്ടമ്മേ. എടി, നീ വരുമ്പോ പറഞ്ഞാ മതി, ഞാൻ കാറുമായിട്ട് വരാം. ഗോപിയേട്ടനോട് ചോദിക്കട്ടെ, എന്നിട്ട് വന്നാ മതി. സുമിത്രേ, മുള വെക്കില്ലേ, അച്ഛൻ വന്നെന്ന് തോന്നും. ആ, ആരിത്? കുഞ്ഞാപ്പിയാണോ? അറിയോ ഞങ്ങളെയൊക്കെ? ശേഖരൻ ഫോണുമായിട്ട് സെറ്റിയിൽ പോയിരുന്നു. മോളെ വിജി, നീ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി. ഇവൻ രാത്രിയിലൊക്കെ ബഹളാച്ചാ, ഉറക്കമൊന്നും നടക്കുന്നില്ല, അതുകൊണ്ടാ. കുറച്ചു നാളത്തേക്ക് അങ്ങനെയാടി, വഴക്കൊക്കെ കാണും. സുമിത്രയും ഭർത്താവിന്റെ അരികിലേക്ക് വന്നിരുന്നു. നീ എന്നാ മോളെ വരുന്നത്? കുഞ്ഞിനെ കാണാൻ എല്ലാവർക്കും തിടുക്കുമായി. ഞാൻ ഇടയ്ക്ക് ഇറങ്ങാച്ചാ. കുഞ്ഞിനെ കുഞ്ചിക്കാൻ അച്ഛനും അമ്മയ്ക്കും കൊതിയായെന്ന് മോനോടൊന്ന് പറയമ്മേ. അവനോട് പറഞ്ഞു പറഞ്ഞു മടുത്ത് ഞാൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിപ്പാണ് വലുത്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ മിണ്ടാതിരിക്കേണ്ട സുമിത്രേ, ദൈവം തരുമ്പോ തരട്ടെ. അപ്പുറത്തെ മുറിയിലിരുന്ന വൈശാഖിനും അത് കേട്ടു. കുറച്ചു സമയം കൂടി മകളോട് സംസാരിച്ചിട്ട് സുമിത്ര ഫോൺ മകന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എങ്ങോട്ടാ ഗോപിച്ചേട്ടാ? കവലയിലേക്കാണോ? ഉച്ച കഴിഞ്ഞപ്പോ റേഷൻ കടയിലേക്ക് പോകാൻ വൈശാഖൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് അയൽവീട്ടിലെ ഗോപിച്ചേട്ടൻ റോഡിലൂടെ നടന്നു പോകുന്നത് അവൻ കണ്ടത്. ആ, SI സാറേ, ഞാൻ ഇത്തിരി മീൻ മേടിക്കാൻ ഇറങ്ങിയതാ. ഓ, അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ. എന്നാ കേറിക്കോ, ഞാനും അങ്ങോട്ടാ. ഈ വർഷം മഴ നേരത്തെയാണെന്ന് തോന്നുന്നു, ഗോപിച്ചേട്ടൻ ബൈക്കിലേക്ക് കയറുന്നതിനിടയിൽ പറഞ്ഞു. അതെ, 2 ദിവസമായിട്ട് മഴയ്ക്ക് നല്ല കാറും കോളും ഉണ്ട്. പുള്ളിക്കാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണോ? ഞാൻ റേഷൻ കട വരെ ഇറങ്ങിയതാ. മണ്ണെണ്ണ വന്നിട്ടുണ്ടെന്ന് അമ്മയോട് അക്കരയിലെ സുധർമ്മേച്ചി പറഞ്ഞു. അങ്ങനെ മിണ്ടിയും പറഞ്ഞ് രണ്ടാളും കവലയെത്തി. ഗോപിച്ചേട്ടനെ ഇറക്കിയിട്ട് വൈശാഖൻ നേരെ റേഷൻ കടയിലേക്ക് ചെന്നു. പ്രൊപ്പറേറ്റർ സാമുവിന് ഇന്ന് ആകെ ഒരു മാറ്റം, ഒരു ബഹുമാനമൊക്കെ വന്നിരിക്കുന്നു. അയാൾക്ക് തന്നെ കണ്ടതും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു താനൊരു പോലീസ് ഇൻസ്പെക്ടർ ആയിരിക്കുന്ന കാര്യം. ചപ്പാത്തിക്കുള്ള മാവ് കുഴിക്കാണ് ദീപ. രാജുവിന്റെ അമ്മ അപ്പോഴടുക്കളയിലേക്ക് കയറി വന്നു. മോളെ, ചപ്പാത്തിക്ക് എന്താ നമ്മൾ കറി വെക്കുന്നേ? വെജിറ്റബിൾ കറി വെക്കാം, പിന്നെ കുറച്ച് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യാം. അത് മതി മോളെ, രാജീവന് ഇഷ്ടമാകും. ഏകദേശം 1 മാസം ആകാറായിരിക്കുന്നു രാജീവനും താനും അകലം പാലിക്കാൻ തുടങ്ങിയിട്ട്. തൊട്ടേനും പിടിച്ചേനും ഒക്കെ അവളോട് ദേഷ്യമാണ്. കാരണമാണെങ്കിൽ എത്ര ചോദിച്ചിട്ടും അയാൾ പറയുന്നില്ല. അമിതമായ മദ്യപാനവുമാണ്. ദീപ എല്ലാത്തിനും മൂകസാക്ഷിയായി നിൽക്കുകയാണ്. മറുത്തൊരക്ഷരം പോലും പറയുന്നില്ല. എന്നും അവൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി അവൾ കാത്തിരിക്കും. അന്നും വൈകുന്നേരം ആടിയ കാലുകളുമായിട്ടാണ് അയാൾ വന്നു കയറിയത്. ഇന്ന് നീ കുടിച്ചിട്ടാണോ മോനെ വന്നത്? അവൻ കട്ടിലിൽ വന്ന് കിടന്നതും മുറിയിലേക്ക് കയറി വന്ന അവന്റെ അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, ഞാൻ ഓവറായിട്ടൊന്നുമില്ല. നീ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ തീരുമാനിച്ചോ? ഒരു പാവം പെൺകുട്ടി അപ്പുറത്ത് ചങ്കുപൊട്ടി ഇരിപ്പുണ്ട്. അവർ വിങ്ങിക്കരഞ്ഞു. അവൻ മിണ്ടാതായപ്പോ അവരെഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ആണുങ്ങളായാൽ ഇത്തിരി സ്മോൾ അടിക്കും, അതിന് നീ ഇങ്ങനെ മൂങ്ങേണ്ട കാര്യമൊന്നുമില്ല, കേട്ടോടി. അച്ഛനാണെങ്കിൽ അമ്മയോട് കയർക്കുന്നത് രാജീവിനും ദീപയും കേട്ടു. വിറയ്ക്കുന്ന കാലടികളോടെ ദീപ മുറിയിലേക്ക് വന്നു. ക്രൂത്ത പാവത്തിൽ രാജീവൻ കട്ടിലിരിക്കുകയാണ്. അവളെ കണ്ടതും അവൻ ചാടി എണീറ്റു. നീ കാരണമല്ലടി പാവം അമ്മ കരഞ്ഞത്. എല്ലാം അമ്മയുടെ കാതിൽ ചെന്ന് ഊതിയിട്ട് വന്നേക്കുന്നു. അവൻ അവളെ തലങ്ങും വിലങ്ങും അടിച്ചു. രാജീവിന്റെ അമ്മ വന്ന് വാതിലിൽ തട്ടിയിട്ടു. അവൻ വാതിൽ തുറന്നില്ല. ദീപയുടെ അടക്കി പിടിച്ച തേങ്ങൽ മാത്രം ആ മുറിയിൽ ബാക്കിയായി. 2-3 ദിവസമായിട്ട് ലക്ഷ്മിക്ക് ആകെ ഒരു വല്ലാഴികയാണെന്ന് വൈശാഖൻ ഓർത്തു. അല്ലെങ്കിൽ എപ്പോഴും തന്നോട് മിണ്ടിക്കൊണ്ടുവരുന്ന പെണ്ണായിരുന്നു. വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും അവൾക്ക് മതിയാവില്ല. ഇപ്പോഴാണെങ്കിൽ അവൾ പുസ്തകം നോക്കിക്കൊണ്ടിരിപ്പാണ്. വായിച്ചു പഠിക്കണോന്ന് അവന് നല്ല സംശയമുണ്ട് താനും. രാത്രിയിൽ അത്താഴം കഴിക്കാമെന്നിരുന്നപ്പോൾ സുമിത്രയും ചോദിച്ചവളോട്, എന്തു പറ്റി മോളെ? ആകെ ക്ഷീണമാണല്ലോ മോൾക്ക്, കണ്ണെല്ലാം കൊഴിഞ്ഞിരിക്കുന്നു.
തലവേദനയാണമ്മേ, 2-3 ദിവസമായിട്ട്. നാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. ചിലപ്പോൾ മൈഗ്രെയിൻ ആയിരിക്കും. ലക്ഷ്മി അലക്ഷ്യമായി ഒന്ന് മൂളി. അന്ന് രാത്രി അവൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ വൈശാഖൻ അവളെ വിലക്കി. എടോ, താൻ ഒന്ന് കിടക്കാൻ നോക്ക്. ഇനി തലവേദന കൂട്ടണ്ട. ശേഖര, ആരുമില്ല ഇവിടെ. ആരോ വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് സുമിത്ര മുറ്റത്തേക്ക് ഇറങ്ങി. ആ, തോമാച്ചേട്ടനായിരുന്നോ? ശേഖരേട്ടൻ പാടത്തേക്ക് പോയതാ. 2 വീടിനപ്പുറത്താണ് അയാളുടെ വീട്. കേറുക തോമാച്ചേട്ടാ. സുമിത്ര പറഞ്ഞപ്പോൾ അയാൾ അകത്തേക്ക് കയറി. പിള്ളേരെല്ലാം പഠിക്കാൻ പോയി കാണുമല്ലേ? അവരെല്ലാരും പോയി. ഞാനും വൈശാഖനും മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും വൈശാഖനും അവിടേക്ക് ഇറങ്ങി വന്നു. വൈശാഖൻ തിരക്കാണോ? ഓ ഇല്ല തോമാച്ചേട്ടാ, ഞാൻ വെറുതെ കിടക്കുമായിരുന്നു. ആണോ? ഞാൻ വന്നതേ വിട്ടുപോളൊന്ന് വീണു. മേരിമത ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. വൈകിട്ടത്തേക്ക് ചോറും കൊണ്ട് പോകാനാ. വൈശാഖിന് സമയമുണ്ടെങ്കിൽ ഒന്ന് വരാമോ? ഇടയ്ക്കൊക്കെ തോമാച്ചേട്ടൻ എവിടെയെങ്കിലും പോകേണ്ട സമയത്ത് വൈശാഖിനെ അങ്ങനെ കൂട്ടുപിടിച്ച് കൊണ്ടുപോകുന്നതാണ്. അതിനെന്താ തോമാച്ചേട്ടാ, ഞാൻ വരാലോ എന്നും പറഞ്ഞുകൊണ്ട് വൈശാഖൻ ഷർട്ട് മാറാനായി മുറിയിലേക്ക് കയറിപ്പോയി. തോമാച്ചേട്ടൻ എന്നാ ചെന്ന് ചോറെടുത്തോളൂ. അവനങ്ങോട്ട് വന്നേക്കും. എന്നാ ശരി സുമിത്രേ, ഞാൻ ഇങ്ങോട്ട് ചെല്ലട്ടെ. 1/4 മണിക്കൂർ യാത്രയുണ്ട് ഹോസ്പിറ്റലിലേക്ക്. 2 കൂടി അങ്ങനെ പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അവൻ ലക്ഷ്മിയെ വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ്. കോളേജ് വിടാൻ ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. അതുകൊണ്ടാവും. കുട്ടിയെ കണ്ട ശേഷം അവൻ വെറുതെ വരാന്തയിൽ കൂടി നടക്കുകയാണ്. പെട്ടെന്നാണ് അവനത് കണ്ടത്. ലക്ഷ്മിയും കൂടെ താൻ നേരത്തെ കണ്ട അവളുടെ ക്ലാസ്മേറ്റും 2 കൂടി നടന്നു പോവുകയാണ്. അകലെ മാറ്റി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിലേക്ക് അവർ 2 നടന്നുപോയി. കാറിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അവന് കാണാൻ വയ്യ. ലക്ഷ്മിയും ആ പയ്യനും കൂടി കാറിലേക്ക് കയറി. വൈശാഖൻ തരിച്ചു നിൽക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് അവൾ തന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. ഇടയ്ക്കൊക്കെ അവൾ ഭയങ്കര ആലോചനയിരിപ്പാണ്. വൈശാഖിന് എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതിയെന്നായി. തോമാച്ചേട്ടനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തന്റെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചപ്പോഴാണ് അച്ഛൻ നടന്നു വരുന്നത് അവൻ കണ്ടത്. എവിടേക്ക് അച്ഛ? ആ മോനെ, എന്റെ ഷുഗറിന്റെ ഗുളിക തീർന്നുപോയി, ഒന്ന് മേടിച്ചോണ്ട് വരാമോ? അച്ഛനോട് ഗുളിക മേടിക്കാനുള്ള ചീട്ട് മേടിച്ചുകൊണ്ട് ശരവേഗത്തിൽ അവൻ ബൈക്ക് ഓടിച്ചു പോയി. തുടരും.